പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 11 ലക്ഷം. EV-യിൽ ഏകദേശം 4 വേരിയന്റിലാണ് നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഫ്രങ്ക് ഉണ്ട് നമുക്ക് ഫീച്ചർ. നമ്മളിത് സാധാരണ കാണുമ്പോൾ പെട്ടെന്ന് കരുതും പാഡൽ ഗിയർ ഷിഫ്റ്റ് ആണെന്ന് കരുതും. ആരും ഔദാര്യം വേണ്ടത് വർക്കാൻ. ഇത് കണ്ടോ, ഞാൻ എൻ്റെ കാലുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് തന്നെ നമ്മളെ ചാവി കീശയിൽ വേണം. ഞാൻ ജസ്റ്റ് കറക്റ്റ് ഈ സെൻസറിന് കറക്റ്റ് ആയിട്ട് വരണം. ആ സെൻസറിന് കറക്റ്റ് ആയിട്ട് നമ്മൾ ലക്ഷറി വാഹന ബ്രാൻഡുകളായ പോർഷെ, മസ്താങ്, ഡോഡ്ജ് എന്നിങ്ങനെ തുടങ്ങിയ വാഹന ബ്രാൻഡുകളുടെ മാത്രം സ്വകാര്യ അഹങ്കാരമായ കൂപ്പെ സെഗ്മെന്റ്. നമുക്കറിയാം കൂപ്പെ സെഗ്മെന്റിൽ ഒരു വാഹനം നമുക്ക് സ്വപ്നം കാണാനേ പറ്റുള്ളൂ. എന്നാൽ നമ്മുടെ സാധാരണക്കാരുടെ സ്വപ്നത്തിനൊപ്പം എന്നും കൂട്ടു നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ടാറ്റ. ഇന്ത്യക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ ടാറ്റ ഇന്ത്യയിലേക്ക് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആ ഒരു ലോ ബഡ്ജറ്റിൽ കൂപ്പെ സെഗ്മെന്റ് വാഹനം, അതെ ഗൈസ്, ഒരു 10 ലക്ഷത്തിന് 20 ലക്ഷത്തിന് ഇടയിൽ ഏതൊരാൾക്ക് എത്തിപ്പിടിക്കാൻ പാകത്തിൽ കൂപ്പെ സെഗ്മെന്റ് വാഹനം ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. 2024 ഓഗസ്റ്റിലാണ് ടാറ്റയുടെ ആ ഒരു വിപ്ലവകരമായ കൂപ്പെ സെഗ്മെന്റ് വാഹനം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഒരു വിപ്ലവകരമായ വാഹനമാണ് നമുക്ക് പുറകിൽ കാണുന്നത്, ടാറ്റ കർവ്. 2024 ഓഗസ്റ്റിലാണ് ഈ ഒരു വാഹനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കേവലം 3 മാസം 4 മാസം പിന്നിട്ടപ്പോയേക്കും ഈ ഒരു വാഹനത്തിന്റെ സെയിൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 18,000-ഓളം യൂണിറ്റ് ആണ് ഇന്ത്യയിൽ ടാറ്റ കർവിന്റെ സെയിൽ എന്ന് പറയുന്നത്. അത്രത്തോളം വാഹനമാണ് ഈ ഒരു സെഗ്മെന്റ് ചെറിയ കാലയളവിൽ തന്നെ ടാറ്റ വിറ്റ് തീർത്തതെന്ന് തന്നെ പറയാം. അത് നമുക്ക് ഏറെ അഭിമാനകരമായ ഒരു നേട്ടം കൂടിയാണ്. അപ്പോൾ ടാറ്റ കർവിന്റെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്രോളിലും ഡീസലിലും അതുപോലെ തന്നെ EV-യിലുമാണ് ഈ ഒരു വാഹനം നിരത്തിൽ ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഇന്ത്യയിൽ EV-യുടെ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ച തന്നെ ടാറ്റ എന്ന ബ്രാൻഡാണ്. അപ്പോൾ ആ ഒരു ബ്രാൻഡിന്റെ ഐക്കോണിക് മോഡലായ ടാറ്റ കർവിന്റെ EV 2024 പുതിയ പതിപ്പാണ് നമുക്ക് പുറകിൽ കാണുന്നത്. അതിന്റെ ഒരു ഫുൾ ഓപ്ഷൻ എന്ന് തന്നെ പറയാം. ഏകദേശം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 11 ലക്ഷം മുതൽ 24 ലക്ഷം വരെ നീണ്ടുകിടക്കുന്ന ഒരു പ്രൈസ് റേഞ്ചാണ് ടാറ്റ കർവിൻ്റെത്. ഈ ഒരു 11 ലക്ഷം എന്ന് പറയുമ്പോൾ EV-യുടെ പ്രൈസ് റേഞ്ച് അല്ല. ടാറ്റ ഈ ഒരു കർവ് എന്ന വാഹനം പെട്രോളിലും ഡീസലിലും EV-യിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പെട്രോൾ ബേസ് മോഡലിന്റെ പ്രൈസ് റേഞ്ച് ആണ് ഒരു 11 ലക്ഷം രൂപയിൽ വരുന്നത്. ഇനി നമ്മൾ ഈ ഡീസൽ വേരിയന്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 13 ലക്ഷം രൂപ റേഞ്ചിൽ അതിന്റെ ഒരു ബേസ് ഓപ്ഷൻ ഡീസൽ വേരിയന്റ് അവൈലബിൾ ആണ്. EV-യിൽ ഏകദേശം 4 വേരിയന്റിലാണ് നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. 19 ലക്ഷം മുതൽ 24 ലക്ഷം വരെ നമ്മൾ EV-യുടെ കാറ്റഗറി എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് 45 കിലോ വാട്ടിലും അതുപോലെ തന്നെ 55 കിലോ വാട്ടിലുമാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ 2 വേരിയന്റാണ് ഇറക്കിയിട്ടുള്ളത്. ബേസ് ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ 45 കിലോ വാട്ടും അതേപോലെ തന്നെ ഫുൾ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ 55 കിലോ വാട്ടിന്റെ ബാറ്ററിയാണ് ടാറ്റ ഈ ഒരു വാഹനത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആകാംക്ഷയോടെ നോക്കുന്നത് ഈ ഒരു വാഹനത്തിന്റെ റേഞ്ചാണ്. അത് അത്യാവശ്യം നല്ല മാന്യമായ ഒരു റേഞ്ചാണ് ഈ ഒരു വാഹനത്തിൽ ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഫുൾ ഓപ്ഷൻ 55 കിലോ വാട്ടിന്റെ ബാറ്ററിയിലാണെങ്കിൽ 585 കിലോമീറ്റർ റേഞ്ചാണ് ഈ ഒരു വാഹനത്തിന് പറയണമെങ്കിൽ. നമുക്ക് അതിന്റെ ബേസ് ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ 502 കിലോമീറ്ററാണ് നമുക്ക് ഒരൊറ്റ ഫുൾ ചാർജിങ്ങിൽ കിട്ടുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, ഒരു ഫുൾ ചാർജിങ്ങിന് എത്ര ടൈമാണ്? ടാറ്റ ഒരു ഫുൾ ചാർജിങ്, അതായത് 1 to 70% ഒക്കെ ഒരു ഫാസ്റ്റ് ചാർജിങ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 40 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റേഞ്ച് ചാർജിങ് ചെയ്യാൻ പറ്റുന്നതാണ് അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഏകദേശം ഒരു 1 hour നമ്മൾ കംപ്ലീറ്റ് ഫാസ്റ്റ് ചാർജിങ്ങിൽ ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് 0 to 100 ഫുൾ ചാർജിങ് ചെയ്യാനും ഈ ഒരു വാഹനം പറ്റും. ഇനി അല്ല, നമുക്ക് വാഹനം വാങ്ങുമ്പോൾ തന്നെ ഒരു 3 phase അതുപോലെ തന്നെ 2 phase ചാർജിങ് സ്ലോട്ട് അവൈലബിൾ ആണ്. ആ ഒരു 3 phase ഫാസ്റ്റ് ചാർജിങ്ങിലൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 7 മണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ആ ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് തന്നെയാണ്. കാരണം ഇതിന്റെ റേഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്നത്. പിന്നെ വാഹനം നോക്കുകയാണെങ്കിൽ ഒരു SUV കൂപ്പെ സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ്. തീർച്ചയായിട്ടും ആ ഒരു ഡിസൈനും വാഹനത്തിന്റെ സ്റ്റെബിലിറ്റിയും പെർഫോമൻസ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും ആ ഒരു പക്ക കൂപ്പെ SUV സെഗ്മെന്റിന്റെ ആ ഒരു ഫീൽ നമുക്ക് നൽകുന്നുണ്ട്. ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയൊരു ആകർഷണം പറഞ്ഞാൽ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഈ ഒരു ടയർ സൈസ് തന്നെയാണ്. 18 ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീലാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ആ ഒരു സൈഡ് പ്രൊഫൈലിന് ഏറ്റവും നല്ല ഭംഗി നൽകുന്നതും ആ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീലിന്റെ ആ ഒരു ഡിസൈന് ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ബോണറ്റിന്റെ ഉൾവശമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഫ്രങ്ക് ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു 11.7 ലിറ്ററോളം നമുക്ക് ഈ ഒരു ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ചെറിയ രീതിയിലുള്ള നമുക്ക് ട്രക്കിങ് കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ സ്പാനർ കാര്യങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് സേവ് ചെയ്യാൻ പാകത്തിൽ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. പിന്നെ ആവാസ് ഇതെടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. കാരണം EV പൊതുവെ സൈലന്റ് ആയിരിക്കും. അതിനായിട്ട് ഇവിടെ ഒരു പ്രത്യേക സ്പീക്കർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമൽ വരുന്ന കൂളന്റ് കാര്യങ്ങൾ ആ ഒരു വൈപ്പറിന്റെ ഇത് ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി മൊത്തം ഇതിന്റെ EV ബാറ്ററിയുടെ കാര്യങ്ങളും
ആ എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫ്രണ്ടിൽ വരുന്നത്. 2 ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് വശം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആ ഒരു സ്പേസ് വരുന്നത്. ഈ ചാർജിങ്ങിന്റെ നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇതിന്റെ അപ്പോൾ ഈ ഒരു DRL കണക്റ്റിംഗ് DRL നമുക്കറിയാം വാഹനത്തിൽ ടാറ്റ പഞ്ചീവിയിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഭവമാണ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഇന്റീരിയർ വ്യൂ നോക്കാം. ആദ്യം തന്നെ ഈ ഒരു ഡോർ ഹാൻഡിൽ ഇതെടുത്ത് പറയേണ്ടതാണ്. കാരണം നമുക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനും അതിനോടനുസരിച്ച് ഫ്യൂച്ചറിസ്റ്റിക് ഒരു ഫീലും കിട്ടുന്നതാണ് ആ ഒരു ഡോർ ഹാൻഡിലൊക്കെ. ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ കീ ഇതാണ്, നല്ലൊരു അടിപൊളി സ്റ്റാൻഡേർഡ് കീ തന്നെ വേറെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സീറ്റ് ആണെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് വെന്റിലേഷന്റെ ഒരു സ്വിച്ച് ഘടിപ്പിച്ചിട്ടുണ്ട്. ഫുൾ ഓപ്ഷനിലാണ് വെന്റിലേഷൻ വരിക. അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടാറ്റയുടെ എംബ്ലം അടിപൊളിയായിട്ട് ആ ഒരു സ്റ്റിയറിംഗും ടാറ്റയുടെ കാണാം. ഇതാണ് ആ ഒരു ടച്ച്. നമുക്ക് ഏകദേശം 360 വ്യൂ ക്യാമറ നമുക്ക് ഇതിൽ ആ ഒരു വ്യൂ കാണാം. അതേപോലെ തന്നെ സൺറൂഫ് വരുന്നുണ്ട്. വൺ ടച്ച് ആണ്, സിംഗിൾ ടച്ച് ആണ് സൺറൂഫ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് സൺറൂഫ്. അതും കർവിൽ നമുക്ക് ആ ഒരു നല്ലൊരു മാച്ചിങ് ആയിട്ടുള്ളൊരു സൺറൂഫാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ടാറ്റയുടെ കോമൺ ആയിട്ട് വരുന്ന ആ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ആ ഒരു സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. പിന്നെ എയർ ബാഗിന്റെ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ. പിന്നെ ഈ ഒരു ഡാഷ് ബോർഡ് എടുത്ത് പറഞ്ഞു, കാരണം ഈ ഒരു ഡിസൈൻ ഡാഷ് ബോർഡ് കറക്റ്റ് ആ ഒരു സീറ്റും അതേപോലെ തന്നെ ഡാഷ് ബോർഡും കറക്റ്റ് കളർ മാച്ച് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഗിയർ സിസ്റ്റം അതേപോലെ തന്നെ 3 മോഡാണ്, സ്പോർട്ട്, എക്കോണമി, സിറ്റി. ഇത് പാർക്കിങ്ങിൻ്റെ ഒരു ഇതും വരുന്നുണ്ട്. എല്ലാം നമുക്ക് എന്താ സിംഗിൾ ടച്ച് ആണ്. കറക്റ്റ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് വണ്ടി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു തരത്തിൽ തന്നെയാണ് ഇതിൽ എല്ലാ കാര്യങ്ങളും ടാറ്റ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ വേറൊരു എടുത്ത് പറയേണ്ട ഫീച്ചർ, നമ്മളിത് സാധാരണ കാണുമ്പോൾ പെട്ടെന്ന് കരുതും പാഡൽ ഗിയർ ഷിഫ്റ്റ് ആണെന്ന് കരുതും. പക്ഷെ ഇത് ആക്ച്വലി പാഡൽ ഗിയർ ഷിഫ്റ്റ് അല്ല, റീജനറേഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഇത് നമ്മൾ ഒരു ചുരമൊക്കെ ഇറങ്ങുന്ന ഒരു കേസൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ബാറ്ററിയിലാണല്ലോ വാഹനം റണ്ണിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ഈ റീജനറേഷൻ 3 ലെവലുണ്ട്. സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ഈ ഒരു 3 ലെവലിൽ നമുക്ക് റീജനറേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 30 കിലോമീറ്റർ റേഞ്ച് പോകാനുള്ള വാഹനമാണെങ്കിൽ നമുക്ക് റീജനറേഷൻ വഴി ആ ഒരു റേഞ്ച് നിലനിർത്തിയാണ്ടോ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് കുറച്ചൊക്കെ ഒരു ബാറ്ററിയിൽ ചാർജിങ് വെച്ചാണ്ട് നമ്മൾ കുടുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെയും ഡ്രൈവ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട്. കാരണം നമുക്കറിയാം നമ്മളെ കുറേ ഫ്രണ്ട്സ് റീജനറേഷൻ വെച്ച് നല്ല കിലോമീറ്റർ റേഞ്ച് ചില സമയത്തൊക്കെ എത്താത്ത സമയത്ത് വരെ ആ ഒരു ഇത് യൂസ് ചെയ്യാറുണ്ട്. അത് കറക്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ച് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു എന്താ പറയുക ബാറ്ററി ബാക്കപ്പ് ഒക്കെ മാറി നമ്മൾ കുടുങ്ങുന്ന സമയത്ത് നമ്മൾ സേവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. ടാറ്റ കർവിന്റെ പാസഞ്ചർ സീറ്റാണ്, അടിപൊളി സീറ്റാണ്. കാരണം നമുക്ക് നല്ലൊരു പ്രീമിയം കംഫർട്ടാണ് ഈ ഒരു വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ ഹൈറ്റും കാര്യങ്ങളൊന്നും ഇതിൽ വിഷയമില്ല, കാരണം കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഹെഡ് സ്പേസും അതേപോലെ തന്നെ ലെഗ് റൂം സ്പേസും ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് ഈ ഒരു വാഹനത്തിന്റെ സീറ്റിന്റെ ആ ഒരു ഡിസൈനാണ്. ലെതർ ഫാബ്രിക്കിൽ നല്ല രീതിയിൽ ഒരു പ്രീമിയം ടച്ച് ഈ ഒരു വാഹനം ഇന്റീരിയർ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ സൺറൂഫിന്റെ സൈഡിൽ കൂടെ വരുന്ന ഒരു ഇലുമിനേഷൻ ലൈറ്റും നല്ലൊരു ഭംഗിയാണ് ഈ ഒരു വാഹനം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കപ്പ് ഹോൾഡർ ഇവിടെ വരുന്നുണ്ട് ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ. പിന്നെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും റിയർ എസിവന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് റിയറിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കപ്പ് ഹോൾഡർ നോർമൽ നല്ലൊരു പ്രീമിയം കപ്പ് ഹോൾഡറും വരുന്നു. ഏറ്റവും നല്ലൊരു ഫീച്ചർ ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു മാളിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഒറ്റക്കാണ്, നമ്മളെ കയ്യിൽ 2 ലഗേജ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ലഗേജ് വെക്കണം അല്ലെങ്കിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യണം. പക്ഷേ ടാറ്റ ഇതിൽ ഒരാളെയും സഹായം ഇല്ലാതെ, അതായത് നമ്മൾ പറയണ ആരും ഔദാര്യം വേണ്ടത് തുറക്കാൻ. ഇത് കണ്ടോ, ഞാൻ എൻ്റെ കാലുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് തന്നെ നമ്മളെ ചാവി കീശയിൽ വേണം. ഞാൻ ജസ്റ്റ് കറക്റ്റ് ഈ സെൻസറിന് കറക്റ്റ് ആയിട്ട് വരണം. ആ സെൻസറിന് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്തു. ഇനിയിപ്പോൾ ഈ ലഗേജ് നമുക്ക് ഇതേപോലെ അങ്ങോട്ട് വെക്കാം, ഒരു ആളിനും സഹായം വേണ്ട. ഇനി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ജസ്റ്റർ ടച്ച് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻസറിൽ നമ്മൾ ജസ്റ്റ് കാലുകൊണ്ട് തന്നെ ഇതാക്കി കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. ഇത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു സംവിധാനമാണ്. കാരണം 500 ലിറ്റർ ബൂട്ട് സ്പേസ് കൊടുക്കേണ്ടത് ഇതിൽ. ആ ഒരു ബൂട്ട് സ്പേസിൽ നമുക്ക് നല്ല ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കറക്റ്റ് ആ ഒരു സെൻസറിന് താഴെ കാലുകൊണ്ട് ഇതാക്കി കഴിഞ്ഞാൽ ആ ഒരു DRL കണ്ട എന്ത് ഭംഗിയിലാണ് ആ ഡിസൈൻ ചെയ്തിട്ടില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ആ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്, 500 ലിറ്റർ ബൂട്ട് സ്പേസ്.
അതാണ് ഇതിന്റെ നോർമൽ ചാർജർ. നമ്മൾ വാഹനം വാങ്ങുമ്പോൾ ലഭിക്കുന്ന 3.3ന്റെ ഒരു പോർട്ടബിൾ ചാർജറാണ്. നമുക്ക് നോർമലായിട്ട് കൊണ്ടെടുക്കാം. ഇനി നമുക്ക് വീട്ടിൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ 7.2ന്റെ ഫാസ്റ്റ് ചാർജിങ് അവർ വന്ന് ഫിറ്റും ചെയ്തു തരും. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിന്റെ ആ ഒരു നമുക്ക് ആ സ്റ്റെപ്പിന് വീലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. സ്റ്റെപ്പിന് കറക്റ്റ് ടയർ സൈസിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം, ഒരു 16 ഇഞ്ചിന്റെ സ്പെയർ വീലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പഞ്ചർ കിറ്റ് അത് ഇതാക്കാൻ കറക്റ്റ് നല്ലൊരു സ്പോട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ടയർ പഞ്ചർ ആവുന്ന സമയത്തൊക്കെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഇഗ്നിഷൻ ലൈറ്റ് കാര്യങ്ങൾ കാണാം. അതായത് നൈറ്റ് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് നല്ലൊരു വെളിച്ചം ലഭിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഇതെന്താ അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും അതേപോലെ തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബൂട്ട് സ്പേസിൽ ഇപ്പോൾ കുറച്ച് വാല്യുബിൾ ആയിട്ട് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഇനി ഫ്രണ്ടിൽ വെക്കണമെങ്കിലും അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും അത് സേവ് ചെയ്യുക. അതായത് നമ്മൾ ലോങ് ഒക്കെ പോണ സമയത്ത് നല്ല ലഗേജും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് ഇവിടെ നമുക്ക് 2 ട്രേ ഉണ്ട്. 100 ഈ ഒരു വാഹനം ഏകദേശം 8.9 സെക്കൻഡ് കൊണ്ടൊക്കെയാണ് വാഹനം എത്തുന്നത്. അപ്പൊ ഈ ഒരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കണേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് തന്നെ തീർച്ചയായും എടുത്തു നോക്കിയാലാണ് ആ ഒരു ടാറ്റ എത്രത്തോളം നല്ല രീതിയിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ആ ഒരു എഞ്ചിനീയർ മികവൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും വാഹനത്തിനെ കുറിച്ചുള്ള കൂടുതൽ എൻക്വയറീസിനും ഡീറ്റെയിൽസിനും ലെക്സോൺ ടാറ്റയുടെ കമ്പനി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതേപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവും ലഭ്യമാക്കുന്നതാണ്. കൂടാതെ ഏകദേശം 90% വരെ ഓൺ റോഡ് ഫണ്ടിങ്ങും ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ്. അതൊരു 2 ലക്ഷം രൂപയൊക്കെ മുടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാന്യമായ സിബിൽ സ്കോറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഓൺ റോഡിൽ ഇറക്കാം. അപ്പോൾ നല്ല ട്രാവലും ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും ഒരു പെട്രോൾ വാഹനം ഡീസൽ വാഹനമൊക്കെ എടുക്കണമായിട്ട് EV ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ നമുക്കൊരു എന്താ പറയുക പണം സമ്പാദിക്കാൻ, അതായത് സേവ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ EV വാഹനങ്ങളുടെ ഒക്കെ ഒരു കിലോമീറ്റർ റേഞ്ച് കണക്കാക്കുമ്പോൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല കാൽക്കുലേഷനുകൾ ചെയ്തിട്ട് വാഹനം മുന്നോട്ട് പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ പണ്ട് എടുക്കുന്ന ഇതിനെ അപേക്ഷിച്ച് ഭാവിയിലേക്ക് ഒന്നുകൂടി നമുക്ക് നമ്മുടെ ഡെയിലി സേവിങ്സ് അതിന് വളരെയധികം അനുയോജ്യമാവും. കാരണം ആ ഒരു തരത്തിലുള്ള റേഞ്ചിലാണ് ഇപ്പോൾ EV ഒക്കെ വാഹനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ മുമ്പ് കണ്ടിരുന്ന EVയുടെ റേഞ്ച് ഒക്കെ പറഞ്ഞാൽ 250, 300 മാറി ഇപ്പൊ ഏകദേശം 550ഓളം ആ ഒരു റേഞ്ചിലേക്കൊക്കെ EVയുടെ റേഞ്ച് എത്തിയിട്ടുണ്ട്. അപ്പൊ അത് വളരെ നല്ലൊരു കാര്യം കൂടിയാണ്. ഏകദേശം 8 വർഷത്തോളം ഇതിന് വാറന്റിയും കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ആ ഒരു പ്രശ്നം ആർക്കും വേണ്ടിയില്ല. അപ്പോൾ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഡിസ്ക്രിപ്ഷനിലെ കമ്പനി നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വാഹനവും വാഹന വിശേഷവുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ആഷിഖ് സൈനിങ് ഔട്ട്.